ഫിറഔന് ആസിയ ബീവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. ഫിറഔന് ആസിയ ബീവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആസിയ ബീവിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച് കശാപ്പുകാരനെ വിളിച്ചു. കശാപ്പുകാരനെ വിളിച്ചിട്ട് അയാളോട് ആടിനെ അറുക്കുന്നത് പോലെ നീ ഇവിടെ അറുക്കണം എന്ന് ഫിറഔൻ കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെ ആസിയ ബീവിനെ അറുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇത് കണ്ട സമയത്ത് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പോയിട്ട് പറഞ്ഞു, ആ സഹോദരി നിന്നെ വല്ലാണ്ട് ഇഷ്ടം വെച്ച സഹോദരിയാണ്, പക്ഷെ ആ സഹോദരി ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, ഫിറഔനിന്റെ കഠിനമായ പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാണ്. ആ സമയത്ത് അള്ളാന്റെ മറുപടി, ആ സ്ത്രീ എന്തായിട്ടുണ്ട്, എന്നെ കാണാൻ അങ്ങേയറ്റത്തോളം ആ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ മുന്നിൽ ഫിറഔനെ അറുക്കാൻ നിൽക്കുന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരെന്നെ കാണാൻ അത്രത്തോളം ആഗ്രഹിച്ചു നിൽക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ മരണാസന്നായി കിടക്കുന്ന സമയത്ത് അല്ലാഹു തആല ജിബ്രീലിനോട് പറഞ്ഞു, ആസിയ ബീവി മരണാസന്നായി കിടക്കുമ്പോൾ അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ, അവർ ചുണ്ടുകൾ അനക്കുന്നുണ്ട്. എന്താണ് അവർ ചുണ്ടുകൾ അനക്കുന്നത് എന്നൊന്ന് പോയി നോക്കി നോക്കാൻ വേണ്ടി പറഞ്ഞു. ജിബ്രീൽ പോയി നോക്കിയപ്പോൾ ആസിയ ബീവി ഇങ്ങനെ ചുണ്ടനക്കുക. അപ്പൊ എന്താ ആസിയ ബീവി പറയുന്നത്? അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു വീട് നൽകണേ എന്നാണ് ആസിയ ബീവി പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു, അവരനുഭവിക്കുന്ന പരീക്ഷണം അത് എത്രയോ വലുതാണ്, പക്ഷെ അവർ ചോദിക്കുന്ന കാര്യം എത്രയോ ചെറുതുമാണ്. അവരനുഭവിക്കുന്ന പരീക്ഷണം എത്രയോ വലുതാണ്, എന്നാൽ അവർ ചോദിക്കുന്ന കാര്യം എത്രയോ ചെറുതുമാണ്. ഒരു വീടല്ലേ ചോദിക്കുന്നുള്ളൂ സ്വർഗത്തിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എവിടെയാണ് ആ വീട് ചോദിക്കുന്നത്, ആരുടെ അടുക്കലാണ് ആ വീട് ചോദിക്കുന്നത് എന്നൊന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ആസിയ ബീവി എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അടുത്ത് എന്ത് വേണം? വീട് വേണം. അള്ളാഹു എവിടെയാണോ ഉള്ളതെങ്കിൽ അതിൻ്റെ അടുത്ത് വീട് വേണം എന്ന് പറയാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞു, ഇത് വലിയ ചോദ്യം തന്നെയാണ്. സ്വർഗത്തിലൊരു വീട് എന്നുള്ളത് ചെറിയ ചോദ്യമാണ്, പക്ഷെ അല്ലാഹു തആല എവിടെയാണോ ഉള്ളതെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട് വേണം എന്ന് പറയാണ്. അപ്പൊ ഇത് വലിയ ചോദ്യമാണ് എന്ന് പറയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മലക്കുകളുടെ അടുത്ത് പറയാണ്, ആസിയ ബീവി അത് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട്. ആസിയ ബീവി അത് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് ഞാൻ ആ വീട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റബ്ബ്. നമ്മൾ ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മനസ്സിൽ കാണുമ്പോഴേക്ക് നൽകുന്ന ഒരാളാണ് നമ്മുടെ റബ്ബ്. ആസിയ ബീവി നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ നേരത്ത് അവർ ചോദിച്ച കാര്യമാണ്, പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു എല്ലാം നൽകി. ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം നൽകുന്ന ആളാണ് നമ്മുടെ റബ്ബ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിൽ ആരാണ് അള്ളാഹു എനിക്ക് കണ്ണിന് കാഴ്ച വേണോ എന്ന് പറഞ്ഞതായിരുന്നു കണ്ണ് കിട്ടിയവരാരാ? എനിക്ക് ചെവി കേൾക്കാൻ പറ്റുന്ന ചെവി വേണം എന്ന് പറഞ്ഞ് ചെവി കിട്ടിയത് നമ്മിൽ ആർക്കുള്ളത്? നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നു, നടക്കാനുള്ള കഴിവ് നമ്മൾ ദ്വാരന്ന് കിട്ടിയതാ അല്ലല്ലോ. ചിരിക്കാനുള്ള കഴിവ് നമുക്ക് ദ്വാരന്ന് കിട്ടിയതാ അല്ല. അള്ളാഹ് വെറുതെ തന്നെയാണ്. അല്ലാഹു തആല വെറുതെ ഔദാര്യമായിട്ട് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ റബ്ബ് നമ്മൾ ചോദിക്കാതെ നമുക്ക് വെറുതെ ഔദാര്യമായിട്ട് തന്നതാണ് ഈ കഴിവ് മൊത്തം. നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. നമുക്കൊക്കെ നമ്മുടെ ഉമ്മ ഉപ്പ വളരെ സ്നേഹനദികളായ ഉമ്മയും ഉപ്പയുമാണ്. ആ ഉമ്മയും ഉപ്പയും നമ്മൾ ചോദിച്ച് കിട്ടിയതല്ല, അല്ലാഹു തആല മനസ്സറിഞ്ഞ് നൽകിയതാണ്. നമ്മുടെ മക്കൾ, അള്ളാഹുവെ മക്കളെ വേണേ എന്ന് നമ്മൾ തോരുന്നു. ചില ആൾക്കാർ മക്കളെ വേണമെന്ന് ദൈർഘ്യത്തിന് അള്ളാഹു തആല മക്കളെ കൊടുത്തവരുണ്ട്. അള്ളാഹു തആല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം നമുക്ക് നൽകുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്ത് അടുത്ത സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം തന്നെ 3 വട്ടം ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യം തന്നെ 3 പ്രാവശ്യം ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. സ്വഹാബത്ത് അവിടുത്തെ ചെവി ഇങ്ങനെ അടുപ്പിച്ചു നോക്കി, എന്താ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ യമൂതുന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിക്കരുത്. എപ്പോഴാണ്? ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത
നന്നാക്കിയിട്ടല്ലാതെ നിങ്ങളിൽ ഒരാൾ മരിക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. 3 പ്രാവശ്യമാണ് റസൂലുള്ള ഈ കാര്യം പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾ നന്നാക്കിയിട്ടല്ലാതെ നമ്മൾ മരിക്കരുത്. നമ്മുടെ റബ്ബ് നമ്മൾ പേടിക്കേണ്ട ആളല്ല, നമ്മൾ ഇഷ്ടം വെക്കേണ്ട ആളാണ് നമ്മുടെ റബ്ബ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ റബ്ബ് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ, നമുക്ക് ഈ ദുനിയാവിലുള്ളൂ, നമുക്ക് ആഖിറത്തിലുള്ളൂ. എല്ലായിടത്തും നമ്മുടെ റബ്ബ് ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ തീരാവുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ റബ്ബ് ആരാണ് എന്നതിന് ചെറിയൊരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ റബ്ബ് ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ഉദാഹരണം പറയാം. വലൗ യുആഖിദുല്ലാഹു നാസ ബിമാ കസബു, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഈ ലോകത്തുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ തറക്ക അലാ ലഹ്രിഹാ മിൻ ദാബത്തിൻ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാവില്ല, ദാബത്ത് ഉണ്ടാവില്ല എന്നാണ്, ഒരു ജീവി ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്ത തെറ്റനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും നമ്മളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവി പോലും നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഹറാമ് കണ്ടു, നമ്മുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹ് കളഞ്ഞില്ല. നമ്മൾ ഹറാമ് കേട്ടു, നമ്മുടെ കേൾവിയുടെ ശക്തി അല്ലാഹ് എടുത്ത് കളഞ്ഞില്ല. നമ്മൾ ആരെയൊക്കെ ചീത്ത വിളിച്ചു നമ്മുടെ നാവുകൊണ്ട്, എന്തൊക്കെ തെറികൾ പറഞ്ഞു, നമ്മൾ തമാശയില് കാര്യത്തില് ഗീബത്ത് എത്ര പറഞ്ഞു, നമീമത്ത് എത്ര പറഞ്ഞു. നമ്മുടെ നാവൊന്ന് കുഴഞ്ഞു പോയിട്ടില്ലല്ലോ, ഇപ്പോഴും നാവ് അതേപോലെ തന്നെ നിൽക്കല്ലേ. എത്ര ഹറാമിലേക്ക് നടന്നുപോയി. നമ്മുടെ കാല് അല്ലാഹു തആല നമ്മളെ വികലാംഗനാക്കിയില്ല. എത്ര ഹറാമിലേക്ക് നമ്മുടെ കൈകൾ കൊണ്ടുപോയി. അല്ലാഹു തആല നമ്മുടെ കയ്യിന് പരിമിതി നൽകിയില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താ വേണ്ടത്? അല്ലാഹു തആല എങ്ങാനും നമ്മളെ അദാബിലാക്കിയിരുന്നെങ്കിൽ എത്രത്തോളം നമ്മൾ മോശപ്പെട്ടു പോയിരുന്നു. നമ്മൾ ചെയ്യുന്നൊരു തെറ്റ്, ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖത്ത് ഒരു കറുത്ത പുള്ളിയായി തന്നു എന്ന് കരുതുക. നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ഒരു കറുത്ത പുള്ളി തന്നു, അടുത്ത തെറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു കറുത്ത പുള്ളി തന്നു, അടുത്ത തെറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു കറുത്ത പുള്ളി തന്നു. എങ്കിൽ നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടാവും? നമ്മൾ ആരുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക? നമ്മുടെ ഭാര്യൻ്റെ അടുക്കലോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്കോ നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അങ്ങനെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ തൊലിയുടെ നിറം കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഈ ആയുസ്സിനിടക്ക് നമുക്കുണ്ടാവുമായിരുന്നോ? അല്ലാഹു തആല അത് ചെയ്തില്ലല്ലോ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു തആല നമുക്കൊരു ദുർഗന്ധം നൽകി, വേറൊരു തെറ്റ് ചെയ്യുമ്പോൾ വേറൊരു ദുർഗന്ധം നൽകി. അങ്ങനെ ഒരു ദുർഗന്ധം അല്ലാഹു തആല നൽകിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എവിടെയെങ്കിലും ഒരു സരസിലേക്ക് കയറി ചെല്ലാൻ പറ്റിയിരുന്നോ? നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മളെ ആളുകൾ ബഹുമാനിക്കുന്നു, നമ്മളെ ആളുകൾ സ്വീകരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത തെറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം അല്ലാഹു തആല ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരാക്കാരം? ഇപ്പൊ നമ്മൾ വലിയ ഉഷാറാ, നമുക്ക് എല്ലായിടത്തും വലിയ അഭിമാനമാണ്, നമുക്ക് എവിടെയും തല താഴ്ത്തേണ്ടി വരുന്നില്ല. എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സ്വന്തം കൽബിൽക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തു കൂട്ടി. ഈ തെറ്റൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഇടയിൽ തല ഉയർത്തിയിട്ടാണ് നടക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ തല ഉയർത്തിയിട്ടാണ് നടത്തിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ട് നോക്കി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ. ഇത് നമ്മളാണ് മനസ്സിലാക്കിയാൽ ഒരു നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം പറയാതെ നമ്മൾ നീക്കൂല, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം പറയാതെ നമ്മൾ നീക്കൂല, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം പറയാതെ നമ്മൾ നീക്കൂല. എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ കൽബിൽക്ക് വരേണ്ടത്? എൻ്റെ അഭിമാനത്തെ ഒരു സ്ഥലത്തും വഷളാക്കാത്ത, ഞാൻ എത്രയൊക്കെ തെറ്റ് ചെയ്തപ്പോഴും എൻ്റെ ആരോഗ്യത്തെ ഒരു സ്ഥലത്ത് പോലും ഒഴിവാക്കാത്ത റബ്ബേ സുബ്ഹാനല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ എന്ന് കൽബിൽ വെച്ചാണ് ചൊല്ലണം. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് എനിക്ക് ഇപ്പോഴും എൻ്റെ മക്കളുടെ ഇടയിൽ, എൻ്റെ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ രൂപത്തിൽ നടക്കാനുള്ള തൗഫീഖ് നൽകിയല്ലോ റഹ്മാനെ,
അൽഹംദുലില്ലാ, നിനക്കാണ് സകല സ്തുതിയും. ഇത്ര വലിയ തെറ്റുകളും ധിക്കാരങ്ങളും ഒക്കെ ചെയ്തിട്ട് എന്നെ എവിടെയും നിന്ദ്യനാക്കാതെ, എന്നെ എവിടെയും വഷളാക്കാതെ, ഒരാളുടെ മുന്നിലും എനിക്ക് തല താഴ്ത്താതെ എന്നെ ഇപ്പോഴും കൊണ്ടായി നടക്കുന്ന റബ്ബേ, അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവൻ. ഈ അർത്ഥത്തിലാണെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം പോലും സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലാഹയും അല്ലാഹു അക്ബർ നമ്മൾ മറക്കൂല. നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ വലിയ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ വലിയ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.